കരുനാഗപ്പള്ളി ക്ഷീരവികസന യൂണിറ്റിന്റെ ക്ഷീര കർഷക സംഗമം വിവിധ പരിപാടികളോടെ ജനുവരി 9 നടത്തും. രാവിലെ 9 തൊടിയൂർ ആരമത്തുമഠം സോഡിയ കൺവെൻഷൻ സെന്ററിലാണ് ക്ഷീരസംഗമം നടത്തുന്നത്. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CR മഹേഷ് MLA അധ്യക്ഷതയിലാണ് ക്ഷീരകർഷക സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ഷീരസംഘങ്ങൾ, മികച്ച ക്ഷീരകർഷകർ, വനിതാ കർഷകർ തുടങ്ങിയവരെ ആദരിക്കൽ, സ്കോളർഷിപ്പ് വിതരണം, മിൽമ പാർലർ ഉദ്ഘാടനം, സെമിനാറുകൾ തുടങ്ങിയ പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഗുണനിലവാരമുള്ള പാൽ അളക്കുന്ന ക്ഷീരസംഘം, ഏറ്റവും കൂടുതൽ കരുനാഗപ്പള്ളി ബ്ലോക്കിൽ പാലളന്നിട്ടുള്ള ക്ഷീരകർഷകർ, വനിതാ കർഷകർ, പട്ടികജാതി കർഷകർ, അതേപോലെ തന്നെ ഇതിന്റെ യൂണിറ്റിന്റെ കീഴിൽ വരുന്ന 3 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി, ആലപ്പാട്, തൊടിയൂർ, മൈനാഗപ്പള്ളി, കരുനാഗപ്പള്ളി നഗരസഭ, ഈ 4 പ്രദേശത്തെയും ഏറ്റവും കൂടുതൽ പാലളന്നിട്ടുള്ള കർഷകർ പുതിയ കാലഘട്ടത്തിന്റെ മാറ്റമായിട്ടുള്ള യൂണിഫൈഡ് സോഫ്റ്റ്വെയർ നടപ്പിലാക്കിയ സംഘത്തിനുള്ള ആദരവ്, അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ്, വിരമിച്ച ജീവനക്കാരെ ആദരിക്കൽ, അങ്ങനെ വിപുലമായ പരിപാടികളാണ് ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. കോവൂർ കുഞ്ഞുമോൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, മിൽമ ബോർഡ് മെമ്പർമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ക്ഷീരസംഘം പ്രസിഡന്റുമാർ എന്നിവർ വിവിധ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. തൊടിയൂർ നോർത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് ക്ഷീരസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് പാൽ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൽ തീറ്റപ്പുല്ലിന്റെ പ്രാധാന്യം, ജീവനക്കാരും ക്ഷീരമേഖലയും തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ച് സെമിനാറുകൾ നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഷിബു S തൊടിയൂർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ R ഷീബ, സംഘം പ്രസിഡന്റുമാരായ N രമണൻ, KP റഷീദ്, P സദാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് സബ്സിഡി 50,000 രൂപയുണ്ട്. ഈ 50,000 രൂപയ്ക്ക് ഒരു പഴയ സ്പീക്കപ്പ് ഉണ്ട്. നമ്മളത് കന്നുകാലി പ്രദർശനം അല്ലെങ്കിൽ മറ്റൊരു എക്സിബിഷൻ, പിന്നെ ഇതിനുള്ള ഭക്ഷണം കൊടുക്കാനുള്ളത്, സ്റ്റേജ് അറേഞ്ച്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പല ഐറ്റങ്ങളിലായിട്ടാണ് 50,000 രൂപ സബ്സിഡി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.